അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 6.49 ക്വസ്റ്റ്യൻ നമ്പർ 36 നോക്കാം. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കെല്ലാവരും. പൈനാപ്പിൾ ലിമിറ്റഡ് ഹാസ് ഇഷ്യൂഡ് ഫുള്ളി കൺവേർട്ടബിൾ 12% ഡിബഞ്ചേഴ്സ് ഓഫ് 5,000 ഫേസ് വാല്യൂ ആണ്. കൺവേർട്ടബിൾ ഇൻ ടു 10 ഇക്വിറ്റി ഷെയർസ് ആണ്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഡിബഞ്ചർ 5,400 മാർക്കറ്റിൽ നിൽക്കുന്നത്. ദ പ്രസൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഇക്വിറ്റി ഷെയർസ് 430 ആണ്. കാൽക്കുലേറ്റ് കൺവേർഷൻ പ്രീമിയം അല്ലേ. ഒരു ഷെയറിന് 430 രൂപ അല്ലേ. 10 ഷെയറിലെ കൺവേർട്ട് ചെയ്താൽ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ കൺവേർഷൻ വാല്യൂ എത്ര ഉണ്ടായിരിക്കും? 4,300 അല്ലേ. കാരണം 430 × 10. പക്ഷേ ഈ ഷെയറിന് 5,400 അല്ലേ മാർക്കറ്റിലെ വില. സോ 5,400 മൈനസ് 4,300 ഡിവൈഡ് ബൈ 4,300 അല്ലേ. എനിക്ക് ഇൻറ്റു 100 അല്ലേ പെർസെൻറ്റേജ് കാണാൻ. കാരണം 4,300 രൂപയെ കിട്ടുള്ളൂ കൺവേർട്ട് ചെയ്താൽ. പക്ഷേ ഈ ബോണ്ട് ഇപ്പം മാർക്കറ്റിൽ പ്രീമിയത്തിൽ എത്രയുള്ള നിൽക്കണം? 5,400. അപ്പോൾ എത്ര പ്രീമിയം ഉണ്ട്? 1,100 രൂപ പ്രീമിയത്തിലാണ്. കാരണം 4,300 5,400 നമ്മൾ വ്യത്യാസം 1,100 രൂപ പ്രീമിയത്തിലാണ്. എത്ര? 4,300 ഇൻറ്റു 100% കൺവേർട്ട് ചെയ്യാൻ. സോ 1,100 ഡിവൈഡ് ബൈ 4,300 ഇൻറ്റു 100 കംസ് ടു 25.58 ആണ് പ്രീമിയം. 25.58 ആണ് പ്രീമിയം. ഇനി അടുത്ത് വാട്ട് ഈസ് കൺവേർഷൻ വാല്യൂ? എടേ കൺവേർഷൻ വാല്യൂ ഈ കണ്ടുപിടിച്ച 4,300 എന്ന് പറയുന്നത് അല്ലേ. സോ കൺവേർഷൻ വാല്യൂ പറയുന്നത് ഇത് സി എയുടെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മളുടെ നേരത്തെ പറഞ്ഞ ക്വസ്റ്റിനേക്കാൾ വളരെ എളുപ്പമാണ്. സോ കൺവേർഷൻ വാല്യൂ ഈസ് ഈക്വൽ ടു 4,300. ആൻസർ ആയല്ലോ. സോ ഫസ്റ്റ് ആൻസർ 25.58ഉം അടുത്തത് 4,300. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ചില ക്വസ്റ്റ്യൻസ് ഇവിടെ കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി ചെയ്ത ടൈപ്പുകൾ ലൈക്ക് നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 39 മാർക്കറ്റ് പ്രൈസ് ഓഫ് ബോണ്ട് 95 ആണ്. മെച്യൂരിറ്റി 6 ഇയേഴ്സ്. കൂപ്പൺ റേറ്റ് തന്നിട്ടുണ്ട്. ഇഷ്യൂ പ്രൈസ് 100 ആണ്. വാട്ട് ഈസ് ദ ഈൽഡ് ടു മെച്യൂരിറ്റി? YTM. സോ YTMൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇൻട്രസ്റ്റ് പ്ലസ് എഫ് മൈനസ് അല്ലേ റിഡംഷൻ വാല്യൂ മൈനസ് നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡ് ബൈ എൻ ഓൾ ഡിവൈഡ് ബൈ റിഡംഷൻ വാല്യൂ പ്ലസ് നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡ് ബൈ 2. സോ ഇവിടെയൊക്കെ നമ്മൾ സിയുടെ ബുക്കിൽ കൂടുതലും 2 ആണ് യൂസ് ചെയ്യുന്നത്. മറ്റേ 0.4 0.6 എന്നുള്ള പരിപാടി ഇല്ല. 2 ആണ്. ഈക്വൽ വെയിറ്റേജ് ആണ് കൊടുക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി ഇവിടെ 2 വെച്ചിട്ടാണ് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും ചെയ്യുന്നത്. YTM ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഒക്കെ 2 ആണ്. ഡിവൈഡ് ബൈ 2 ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്തു നോക്കാം. സമയമുണ്ടെങ്കിൽ ചെയ്തു നോക്കാം. അതർവൈസ് വിട്ടേക്ക, പ്രശ്നമൊന്നുമില്ല. സോ ഇതിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രാക്ടീസ് മാനുവലിൻ്റെ അകത്ത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. സമയമുള്ളവർക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 56 ആണ്. 2023 ജൂൺ എക്സാമിന് ചോദിച്ചത്. ഓക്കെ, സോ 56 ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഒരു കോപ്പി പേസ്റ്റ് കറക്റ്റായിട്ട് കാണാൻ പറ്റും. GHI ലിമിറ്റഡ് ഇസ് എ AAA rated company has issued fully convertible bond on the following terms a year ago. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ക്വസ്റ്റിൻ്റെ നമ്പേഴ്സും ശ്രദ്ധിക്കുക. ഫേസ് വാല്യൂ ഓഫ് ബോണ്ട് 1,000, കൂപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് 8.5, ടൈം ടു മെച്യൂരിറ്റി 3 years, ഇൻട്രസ്റ്റ് ആനുവലി ആണ്, പ്രിൻസിപ്പൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ബോണ്ട് ആണ്, ദെൻ കൺവേർഷൻ റേഷ്യോ 25 ആണ്, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 45 ആണ്, മാർക്കറ്റ് പ്രൈസ് ഓഫ് കൺവേർട്ടബിൾ ബോണ്ട് 1175. അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ ഓർമ്മയില്ലേ? കൺവേർഷൻ റേഷ്യോ ഇതിന് 25, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 45, മാർക്കറ്റ് പ്രൈസ് ഓഫ് കൺവേർട്ടബിൾ ബോണ്ട് 1175 അല്ലേ. ദെൻ AAA റേറ്റഡ് കമ്പനി ക്യാൻ ഇഷ്യൂ പ്ലെയിൻ വാനില ബോണ്ട്. അവ എഴുതിയധികം ഇഷ്യൂ പ്ലെയിൻ വാനില ബോണ്ട് വിത്തൗട്ട് കൺവേർഷൻ. അതായത് ഈ കൺവേർഷൻ എന്നുള്ള പ്രത്യേകത ഇല്ലാത്തൊരു ബോണ്ട് അത് എത്ര ഇഷ്യൂ ചെയ്യാൻ പറ്റും? ഇൻട്രസ്റ്റ് റേറ്റ് 9.5% ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇത് കൺവേർഷനുള്ള ബോണ്ടാണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 8.5 ആണ്. 3 years മെച്യൂരിറ്റി. ഫേസ് വാല്യൂ GHI ലിമിറ്റഡ് ഇസ് എ AAA റേറ്റഡ് കമ്പനി. സോ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യനിലെ വേഡിങ്സിലൊക്കെ ശ്രദ്ധിക്കുക. അതിനുശേഷം 5 ക്വസ്റ്റ്യൻ സ്ട്രേറ്റ് വാല്യൂ ഓഫ് ബോണ്ട്, കൺവേർഷൻ വാല്യൂ, കൺവേർഷൻ പ്രീമിയം, ഡൗൺ സൈഡ് റിസ്ക്, കൺവേർഷൻ പാരിറ്റി, പ്രൈസ്. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇത്
ഇതൊക്കെ നമ്മുടെ ജൂൺ 2023 ഓക്കെ, ജൂൺ 2023 എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 4A എല്ലാവരും കാണുന്നുണ്ടാവും അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 4A ഏകദേശം 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതൊക്കെ എവിടെ നിന്നാണ് ചോദിക്കുന്നത് വ്യക്തമായിട്ട് അറിയാം. പ്രാക്ടീസ് മാനുവലിൽ നിന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു അതല്ല, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സ്റ്റുഡൻസ് ആൻസർ ചെയ്യുക? CMA സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഈ ഒരു കോൺസെപ്റ്റ് ഒരിക്കൽ പോലും ഡിസ്കസ് ചെയ്യാതെ എങ്ങനെയാണ് സ്റ്റുഡൻസ് ഇത് എഴുതണമെന്ന് എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതീക്ഷിക്കുന്നത്? ഓക്കെ, എന്ന് വെച്ചാൽ അതൊരു വട്ടം തെറ്റ് പറ്റിയതാണെങ്കിൽ പോട്ടെ, കഴിഞ്ഞ എക്സാമിനും ഡിസംബർ എക്സാമിനും സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ബോണ്ട് വാല്യൂഷൻ ചാപ്റ്ററിൻ്റെ അകത്ത് എവിടെന്നെങ്കിലും കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കുന്ന പോലെ CAയുടെ ബുക്കിൽ നിന്ന് കോപ്പി അടിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, അവിടെ GHI എന്നുള്ളതിന് പകരം SRO IC ലിമിറ്റഡ് എന്നാക്കി മാറ്റി. ബാക്കിയെല്ലാം AAA റേറ്റഡ് കമ്പനി, ഫേസ് വാല്യൂ 1000, 8.5, 3 years, എൻഡ് ഓഫ് ദി ഇയർ, മെച്യൂരിറ്റി 25, 45, 11, 75. ഒരു ഇതുപോലും വ്യത്യാസം വരുത്തിയിട്ടില്ല. ഓക്കെ, 100% സെയിം ക്വസ്റ്റ്യൻ കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങോട്ട് എന്താ പറയുക, പ്രാക്ടീസ് മാനിൽ നോക്കുക, അത് കോപ്പി ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ടു. ഈവൻ ഇവിടെ നോക്കിയാൽ AAA റേറ്റഡ് കമ്പനി ഇഷ്യൂ പ്ലെയിൻ വാനില ബോണ്ട്. ഓക്കെ, ദേ ക്യാൻ ഇഷ്യൂ പ്ലെയിൻ വാനില ബോണ്ട് അറ്റ് 9.5%. ഓക്കെ, സോ ഇപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ചോദിച്ചിട്ട് എന്നിട്ട് ലാസ്റ്റ് സ്ട്രേറ്റ് വാല്യൂ ഓഫ് ബോണ്ട്, കൺവേർഷൻ വാല്യൂ, കൺവേർഷൻ പ്രീമിയം, ഡൗൺ സൈഡ് റിസ്ക്, പാരിറ്റി പ്രൈസ് 8 മാർക്കിനാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഇല്ലാത്ത, ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ കോൺസെപ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ് എക്സാമിന് 8 മാർക്കിന് ചോദിച്ചത്. അതൊരു വർഷം തെറ്റ് പറ്റിയതാണെങ്കിൽ പോട്ടെ, രണ്ടാമതും വീണ്ടും ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് കഴിഞ്ഞ എക്സാമിന് ഡിസംബറിലും ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ടൈപ്പ് കുറച്ച് ഫോക്കസ് ചെയ്യുക. ഇതാണ് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഞാനിപ്പോൾ 2 ക്വസ്റ്റ്യൻ ചെയ്യും. സോ അത് മാത്രം പഠിച്ചാൽ തന്നെ ഈ കോൺസെപ്റ്റ് ഫുള്ള് കവർ ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ 100% ഇത് അത്യാവശ്യം എല്ലാം കവർ ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഒന്ന് ശരിക്കും മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ തിരിച്ചു വരാം, നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് വരാം. സോ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് എന്താണ് സ്ട്രേറ്റ് വാല്യൂ ഓഫ് ബോണ്ട്. എന്താണ് സ്ട്രേറ്റ് വാല്യൂ ഓഫ് ബോണ്ട്? സ്റ്റോക്ക് വാല്യൂ അല്ല കേട്ടോ. സ്റ്റോക്ക് വാല്യൂ ആണെങ്കിൽ ജസ്റ്റ് നമ്പർ ഓഫ് ഷെയർസിനെ ഷെയർ പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, കൺവേർഷൻ്റെ ഇതിനെ. പക്ഷേ ഇവിടെ സ്ട്രേറ്റ് വാല്യൂ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രേറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോണ്ടിന് എന്തില്ല, കൺവേർഷൻ എന്നുള്ളൊരു പ്രത്യേകത ഇല്ല എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ബോണ്ട് ഏത് പ്രൈസിലാണോ ട്രേഡ് ചെയ്യുന്നത് അതാണ് സ്ട്രേറ്റ് വാല്യൂ. അഥവാ ഒന്നുമില്ല, ഇത്ര നാൾ നമ്മൾ പഠിച്ചിരുന്നില്ലേ, ദ വാല്യൂ ഓഫ് എ ബോണ്ട് ഈസ് ഈക്വൽ ടു ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. സോ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത് ആലോചിക്കുക, 3 വർഷത്തെ ബോണ്ടാണ് അല്ലേ. കൂപ്പൺ റേറ്റ് 8.5 ആണ്. 1000 രൂപ ഫേസ് വാല്യൂ ആണെങ്കിൽ എല്ലാ വർഷവും നമുക്ക് എത്ര കിട്ടും? 85 രൂപ കിട്ടും. 85 രൂപ കിട്ടും. ലാസ്റ്റ് വർഷം നമുക്ക് 1085 കിട്ടും. ശരിയല്ലേ? സോ ഫസ്റ്റ് ഇയറിൽ 85, സെക്കൻഡ് ഇയറിൽ 85, തേർഡ് ഇയറിൽ 1085 രൂപ കിട്ടും. ഇനി ഇതിനെ ഡിസ്കൗണ്ട് ചെയ്യണം അല്ലേ. സോ ഡിസ്കൗണ്ട് ചെയ്യേണ്ടത് നമ്മളെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്ററുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൊണ്ടാണ്. ഇവിടെ പറയുന്നുണ്ട് AAA റേറ്റഡ് കമ്പനി ക്യാൻ ഇഷ്യൂ പ്ലെയിൻ വാനില ബോണ്ട്. അതായത് ഈ ഒരു കൺവേർഷനൊന്നും ഇല്ലാത്തൊരു ബോണ്ട് അറ്റ് എൻ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയിൽ ചെയ്യാൻ പറ്റും? 9.5 ചെയ്യാൻ പറ്റും. അപ്പോൾ അഥവാ ഇവിടുത്തെ ഡിസ്കൗണ്ടിങ് റേറ്റ്, ദറ്റ് ഈസ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 9.5% ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ അതിനുവേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 9.5%ൻ്റെ ഡിസ്കൗണ്ടിങ് റേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഡിസ്കൗണ്ടിങ് റേറ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഡിസ്കൗണ്ട് ഇപ്പോൾ 85 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 85 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1085 എന്ത് ചെയ്യുക, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സിമ്പിൾ അല്ലേ? സോ ജസ്റ്റ് സ്ട്രേറ്റ് വാല്യൂ ഓഫ് ബോണ്ട് ഈസ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസറായി. വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത്, വാട്ട് ഈസ് ദ കൺവേർഷൻ വാല്യൂ ഓഫ് ദ ബോണ്ട്? ഓക്കെ, പഠിച്ചതല്ലേ, എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. എങ്ങനെയാണ് കൺവേർഷൻ വാല്യൂ എന്ന് പറയുന്നത്? കൺവേർഷൻ റേഷ്യോ, ദറ്റ് ഈസ് ഒരു ബോണ്ട് അക്കൗണ്ടിലേക്ക് കൊണ്ട് കൊടുത്താൽ തിരിച്ചിങ്ങോട്ട് എത്ര ഷെയർ കിട്ടും? 25 ഷെയർ കിട്ടും. then ഓരോ ഷെയറിനും കറൻ്റ്ലി എത്ര വിലയുണ്ട്? 45. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് കൺവേർഷൻ വാല്യൂ? 25 ഷെയർ എത്ര രൂപയുടെ? 45 രൂപയുടെ അല്ലേ. സോ 25 × 45 ദറ്റ് ഈസ് കൺവേർഷൻ വാല്യൂ ഈസ് ഈക്വൽ ടു 1125. ശരിയല്ലേ? സോ കൺവേർഷൻ വാല്യൂ ഈസ് ഈക്വൽ ടു 1125. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കൺവേർഷൻ പ്രീമിയം? വാട്ട് ഈസ് കൺവേർഷൻ പ്രീമിയം? എത്രയാണ് കൺവേർഷൻ പ്രീമിയം എന്ന് വെച്ചാൽ, കൺവേർഷൻ ചെയ്യുന്നതിന് 1125 രൂപ വാല്യൂ ഉള്ളൂ. പക്ഷേ മാർക്കറ്റിൽ ഈ ബോണ്ട് എത്രയാണ് വിൽക്കുന്നത്? 1175. പ്രീമിയത്തിലല്ലേ? എത്ര പ്രീമിയം ഉണ്ട്? 1175-ഉം 1125 തമ്മിലുള്ള വ്യത്യാസം അത്രയും പ്രീമിയം ഉണ്ട് അല്ലേ. എത്ര പ്രീമിയം ഉണ്ട്? 50 രൂപ പ്രീമിയത്തിലാണ്.
ഡിവൈഡ് ബൈ കൺവേർഷൻ വാല്യൂ 1125 ഇൻറ്റു 100 പെർസെൻറ്റേജിക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. സോ 50 രൂപ ഡിവൈഡ് ബൈ 1125 ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ് 4.44% അല്ലെ. 4.44% ആണ് നമ്മുടെ കൺവേർഷൻ പ്രീമിയം എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഇവിടെ നമുക്ക് കാണാം പെർസെൻറ്റേജ് 4.47. ദറ്റ് ഈസ് 1175 മൈനസ് 1125 അല്ലേ. ദറ്റ് ഈസ് 50 രൂപ ഡിവൈഡ് ബൈ 1125 വരുമ്പോൾ 4.45% ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, റൗണ്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് മറ്റൊരു രീതിയിൽ 50 രൂപ ഇവിടെ 50 ഡിവൈഡ് ബൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതാണ് നമ്മളുടെ ആൻസർ കിട്ടുക. 1125 വരുമ്പോൾ 50 ഡിവൈഡ് ബൈ 1125 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 4.44% ആണ് ആൻസർ കിട്ടുക. ഓക്കെ. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കൺവേർഷൻ പ്രീമിയം ചോദിച്ചു കഴിഞ്ഞാൽ കൺവേർഷൻ പ്രീമിയം നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് 4.44%. ഇനി കൺവേർഷൻ പ്രീമിയവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഒരൊറ്റ ക്വസ്റ്റ്യന് പല കാര്യങ്ങളൊന്ന് പഠിക്കാം. ഒന്ന് കൺവേർഷൻ പ്രീമിയം എന്നുള്ളത് ലൈക്ക് ശ്രദ്ധിക്കാം കേട്ടോ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ആലോചിക്കുക, എത്ര രൂപ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ 1175 കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ബോണ്ട്. 1125 കൺവേർഷൻ വാല്യൂ. ദെയർഫോർ പ്രീമിയം എത്രയുണ്ട് 50. സോ അപ്പോൾ ഒരു ആൻസർ എമൗണ്ട് ഓഫ് പ്രീമിയം, ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രീമിയം ചോദിക്കുകയാണെങ്കിൽ 50 രൂപ എഴുതാം. ഒന്നാമത്തെ കാര്യം. 2 പ്രീമിയം പെർ ഷെയർ ചോദിക്കുകയാണെങ്കിൽ പ്രീമിയം പെർ ഷെയർ മീൻസ് ടോട്ടൽ എത്രയാണ് ഇവർക്ക് പ്രീമിയം ഉള്ളത് 50 രൂപ. ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര ഷെയർ ഉണ്ട് 25 രൂപ അല്ലേ. അതുകൊണ്ട് 50 ഡിവൈഡ് ബൈ 25 ദെയർഫോർ ഒരു ഷെയറും എത്ര രൂപയാണ് 2 രൂപ പ്രീമിയം. ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ, സിമ്പിളാണ്. ശ്രദ്ധിക്കാം, ഞാനിത് ഈ ഒരു കോൺസെപ്റ്റ് വേറൊരു ഇതിന് ലിങ്ക് ചെയ്തും തരാം, ശ്രദ്ധിക്കാം. സോ നമുക്ക് ഒരു ബോണ്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര ഷെയർ കിട്ടും 25 ഷെയർ കിട്ടും. അപ്പോൾ ആ കൺവേർഷൻ വാല്യൂ 1125 ഉള്ളൂ. പക്ഷെ മാർക്കറ്റിൽ 1175 ബോണ്ടിൻ്റെ വിൽക്കപ്പെടുന്ന വില. അങ്ങനെയാണെങ്കിൽ 50 രൂപയല്ലേ എന്തെന്ന് പറഞ്ഞത് കൺവേർഷൻ പ്രീമിയം, ടോട്ടൽ കൺവേർഷൻ പ്രീമിയം 50 രൂപ. ഒരു ഷെയറിൻ്റെ കൺവേർഷൻ പ്രീമിയം എന്ന് പറയുമ്പോൾ 50/25 എത്രയാണ് 2 രൂപ. 50/25 2 രൂപയാണ് കൺവേർഷൻ പ്രീമിയം പെർ ഷെയർ. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കൺവേർഷൻ പാരിറ്റി പ്രൈസ് ചോദിക്കൂലേ. ഓക്കെ, സ്വാഭാവികമായിട്ട് ലാസ്റ്റ് ചോദിക്കുന്നുണ്ട് കൺവേർഷൻ പാരിറ്റി പ്രൈസ്. എന്താണ് കൺവേർഷൻ പാരിറ്റി പ്രൈസ് എന്ന് പറഞ്ഞാൽ കൺവേർഷൻ വാല്യൂവും കറണ്ട് മാർക്കറ്റ് പ്രൈസും സെയിം ആവണമെങ്കിൽ. അങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ ഇപ്പം എന്താണ് പ്രശ്നം, ഒരു ഷെയർമേ 2 രൂപ എന്തുണ്ട് പ്രീമിയം ഉണ്ട് അല്ലേ. സോ ഒരു ഷെയർമേ 2 രൂപ വെച്ച് പ്രീമിയത്തിലാണ് ഏത് വിൽക്കുന്നത് ബോണ്ട് വിൽക്കപ്പെടുന്നത്. അപ്പോൾ അത് തമ്മിൽ തുല്യമാവണമെങ്കിൽ എന്ത് ചെയ്താൽ പോരെ, കറണ്ട് മാർക്കറ്റ് പ്രൈസിൻ്റെ കൂടെ 2 രൂപ ആഡ് ചെയ്താൽ പോരെ, 47 ആക്കിയാൽ പോരെ. കറണ്ട് മാർക്കറ്റ് പ്രൈസ് 45 കൂടെ 2 രൂപ പ്രീമിയം ആഡ് ചെയ്തിട്ട് 47 ആവുകയാണെങ്കിൽ 47 രൂപയുടെ ഷെയർ 25 47 രൂപയുടെ ഷെയർ 25 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി എത്ര കിട്ടുന്നുണ്ട് 1175 കിട്ടും. മനസ്സിലായോ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസ് പ്ലസ് കൺവേർഷൻ പ്രീമിയം പെർ ഷെയർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടൂലേ, ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്കിവിടെ പറയാം ഈസ് ഈക്വൽ ടു കൺവേർഷൻ പാരിറ്റി price. So conversion parity price is equal to current market price of the share plus conversion premium per share. അതുകൊണ്ടല്ലേ നമുക്ക് 47 is equal to 45 plus 2 കിട്ടുന്നത്. ഓക്കെ, സോ ഇത് ഓൾറെഡി ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കോൺസെപ്ച്വലി നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അറിവ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ 3rd പോയിന്റിൽ തന്നെ. അപ്പോൾ നമുക്ക് കൺവേർഷൻ പ്രീമിയം പല രൂപത്തിൽ എഴുതാം. ഇൻ എമൗണ്ട് ടോട്ടൽ എമൗണ്ടിൽ എഴുതാണെങ്കിൽ 50 രൂപ, പെർ ഷെയർ രീതിയിൽ എഴുതാണെങ്കിൽ 2 രൂപ. ഇനി അതുമല്ല പെർസെൻറ്റേജിൽ എഴുതാണെങ്കിൽ 50 രൂപ ഡിവൈഡഡ് ബൈ 1125 രൂപ ഇൻറ്റു 100 കംസ് ടു 50 ഡിവൈഡ് ബൈ 1125 ഇൻറ്റു 100 കംസ് ടു 4.44%. ക്ലിയർ? ഓക്കെ, അടുത്തത് കൺവേർഷൻ സ്ട്രേറ്റ് വാല്യൂ കഴിഞ്ഞു, കൺവേർഷൻ വാല്യൂ കഴിഞ്ഞു, കൺവേർഷൻ പ്രീമിയം. അടുത്ത പെർസെൻറ്റേജ് ഓഫ് ഡൗൺ സൈഡ് റിസ്ക് അല്ലേ. നമ്മൾ എന്താണ് പെർസെൻറ്റേജ് ഓഫ് ഡൗൺ സൈഡ് റിസ്ക് പഠിച്ചത്? അതായത് ഈ കൺവേർഷൻ എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഉള്ള ബോണ്ടിന്, ഓക്കെ, കൺവേർഷൻ എന്നുള്ള പറയുന്ന ഒരു പ്രത്യേകതയുള്ള ബോണ്ടിന് എത്ര രൂപ വിലയുണ്ട് 1175 രൂപ വിലയുണ്ട് അല്ലെ. 1175 രൂപ വിലയുണ്ട്. സപ്പോസ് ഈ കൺവേർഷൻ ഒന്നും ഇല്ലാത്തൊരു ബോണ്ടായിരുന്നെങ്കിൽ, ഒരു സ്ട്രെയിറ്റ് ബോണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ വില എന്തായിരിക്കും, സ്ട്രെയിറ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, കൺവേർഷൻ ഒന്നും ഇല്ലാത്തൊരു ബോണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ വില എത്രയായിരിക്കും,
സ്ട്രേറ്റ് വാല്യൂ ഓഫ് ദി ബോണ്ട് ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 974.96 അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ കൺവേർഷൻ ഉള്ളത് കൊണ്ടാണ് ഇത് ഈ വിലക്ക് വിൽക്കപ്പെടുന്നത്. സപ്പോസ് ഈ ഷെയറിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ലാണ്ടായി മാറാണ്, ഷെയർസ് വർത്ത്ലെസ് ആയി മാറാണ്, അങ്ങനെയാണെങ്കിൽ ഈ കൺവേർഷൻ ബോണ്ട് വില കുറഞ്ഞിട്ട് എവിടേക്ക് തന്നെ എത്തും, നമ്മളെ സ്ട്രേറ്റ് വാല്യൂട്ട് എത്തും. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം താഴാനുള്ള ചാൻസ് ഉണ്ട്, അതാണ് പെർസെൻറ്റേജ് ഓഫ് ഡൗൺ സൈഡ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ 1175 എന്നുള്ള വില കുറഞ്ഞിട്ട് എവിടെ വരെ എത്താൻ ചാൻസ് ഉണ്ട്, 974.6 വരെ എത്താൻ ചാൻസ് ഉണ്ട്. Therefore എത്ര ഡൗൺ പോവാം, 1175 നിന്ന് 974.6 പോവാം. അപ്പോൾ നമുക്ക് ബേസ് രണ്ട് രീതിയിൽ എടുക്കാം. ഓൺ മാർക്കറ്റ് പ്രൈസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡിനോമിനേറ്ററിൽ 1975 എഴുതാം, അല്ലെങ്കിൽ തന്നെ നമുക്ക് സെയിം തന്നെ 1975 മൈനസ് 974.6 ഓൺ എന്തെടുക്കാം, സ്ട്രേറ്റ് വാല്യൂ 974.6. ഇതിൽ ഏതിലെടുക്കാം, രണ്ട് ആൻസർ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ചെയ്യുമ്പോൾ രണ്ടിലും ചെയ്തു നോക്കാം. 1975 മൈനസ് 974.6, സോ ഇതിലാണ് 200.4. 200.4 ഡിവൈഡ് ബൈ 1175 ഇൻറ്റു 100 പെർസെൻറ്റേജ് വരുമ്പോൾ 17.05 അല്ലെങ്കിൽ 0.6%. 17.06% ഒരു ഇതിൽ, ഓർ അല്ലെങ്കിൽ 200.4 ഡിവൈഡ് ബൈ 974.6 ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു 20.56. 20.56%. ഇതിൽ രണ്ടും ആൻസർ എന്ത് എഴുതി വെക്കുക, കാരണം പെർസെൻറ്റേജ് ഓഫ് ഡൗൺ സൈഡ് റിസ്ക് ഓൺ ദ ബേസിസ് ഓഫ് മാർക്കറ്റ് വാല്യൂ ഓഫ് കൺവേർട്ടബിൾ ബോണ്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓൺ ദ ബേസ് ഓഫ് ദി സ്ട്രേറ്റ് വാല്യൂ ഓഫ് ബോണ്ടും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് രണ്ട് ആൻസർ എന്ത് ചെയ്യുക, ഓൾട്ടർനേറ്റീവ് എഴുതി വെക്കുക. ക്വസ്റ്റിൽ സ്പെസിഫിക് ആയി ചോദിച്ചാൽ അത് എഴുതുക, അതർവൈസ് ഇത് ഇങ്ങനെ രണ്ടിൽ ആൻസർ എഴുതാം. സോ 17.06 നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒന്നില്ലെങ്കിൽ 20.52, നമ്മൾ രണ്ടാമത്തെ കേസ് ചെയ്ത പോലെ 20.5 സംതിങ്, അല്ലെങ്കിൽ 17 സംതിങ്, ഇവിടെ 17 സംതിങ്. ഓക്കെ, അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക, ഇതിൻ്റെ ലൈക്ക് നമ്മൾ റൗണ്ടിങ് ഓഫിൻ്റെ ചില വ്യത്യാസങ്ങൾ അവിടെ കാണാൻ പറ്റും, പക്ഷേ അതർവൈസ് ഓൾമോസ്റ്റ് ആൻസർ എന്താണ്, സെയിം തന്നെയാണ്. ദെൻ ലാസ്റ്റ് വേണ്ടി കൺവേർഷൻ പാരിറ്റി പ്രൈസ്. ഓക്കെ, കൺവേർഷൻ പാരിറ്റി പ്രൈസ് അതിൻ്റെ ലോജിക്ക് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. എന്താണ് കൺവേർഷൻ പാരിറ്റി പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൺവേർട്ട് ചെയ്യുന്ന ഷെയർ ഉണ്ടല്ലോ, സോ എത്ര ഷെയർ, 25 ഷെയർ. അപ്പോൾ ഈ കൺവേർട്ട് ചെയ്താൽ 25 ഷെയർ കിട്ടും. അപ്പോൾ ഈ 25 ഷെയറിൻ്റെ വാല്യൂ ഏതിന് തുല്യമാവണം, മാർക്കറ്റ് പ്രൈസിന് തുല്യമാവണമെങ്കിൽ ദറ്റ് ഈസ് 25 ഇൻറ്റു കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ ഷുഡ് ബി ഏതിന് തുല്യമായിരിക്കണം, ബോണ്ടിൻ്റെ മാർക്കറ്റ് പ്രൈസിന് തുല്യമാവണമെങ്കിൽ therefore current market price is equal to market price of the bond, that is 1775 divided by number of shares on conversion 25 അല്ലേ, which is equal to 1775 divided by 25 which is equal to എത്ര കിട്ടും, 47 കിട്ടും, which is equal to 47 കിട്ടും. കാരണം 47 കിട്ടണമല്ലോ, കാരണം ഈ ഒരു ആൻസർ 47 ഞാൻ ഓൾറെഡി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിൽക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു 47 ആൻസർ വരാമെന്നുള്ളത്. ഓക്കെ, സോ കൺവേർഷൻ പാരിറ്റി പ്രൈസ് 47 കിട്ടും. ഈ 47 എങ്ങനെയാണ് വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർ തമ്മിലുള്ള ഈ കൺവേർഷൻ വാല്യൂവും മാർക്കറ്റ് പ്രൈസ് തമ്മിൽ എത്ര രൂപ ടോട്ടൽ പ്രീമിയം, എത്ര രൂപ ഉണ്ട്, 50 രൂപയാണ് ടോട്ടൽ പ്രീമിയം. എത്ര ഷെയറിന്, 25 ഷെയറിന്. അപ്പോൾ ഒരു ഷെയറിൻ്റെ പ്രീമിയം നിൽക്കുന്നതിനാണ് 2 രൂപ പ്രീമിയം കയറ്റിയാൽ, ഒരു ഷെയറുമ്പോൾ 2 രൂപ കൂട്ടിയാൽ ആരൊക്കെ തമ്മിൽ മാച്ചിങ് ആവും, മാർക്കറ്റ് പ്രൈസും സ്റ്റോക്ക് വാല്യൂ തമ്മിൽ മാച്ചിങ് ആവും. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 45 അല്ലേ, സോ 45ൻ്റെ കൂടി 2 രൂപ ആഡ് ചെയ്യുകയാണെങ്കിൽ എത്ര ആവും, 47 ആവും. അങ്ങനെയാണ് നമ്മൾ കൺവേർഷൻ പാരിറ്റി പ്രൈസ് എത്ര കിട്ടുന്നത്, 47 കിട്ടുന്നത്. ഓക്കെ, സി കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ ഇവിടുത്തെ എക്സാമിന് ചിലപ്പോൾ ഒരു 8 മാർക്ക് കിട്ടും, എനിക്കല്ലെങ്കിൽ 6 മാർക്ക് എന്തായാലും കിട്ടും. ഇപ്പോൾ പഠിച്ച കോൺസെപ്റ്റുകളിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, എക്സാമിന് കഴിഞ്ഞ 2 എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക.